ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തുകൊണ്ട് അതിശയങ്ങളുടെ ദൈവം ഇന്ന് അതിശയങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അധികമായി ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല? പ്രത്യേകിച്ച് മലയാളി കാണുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഈ കപട ശുശ്രൂഷകർ ഈ അതിശയങ്ങളെല്ലാം കണ്ടമാന അഭിനയത്തിൽ കൂടെ കാണിക്കുന്നത് തന്നെ ദൈവം പുറകോട്ട് മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ പല വീഡിയോകളും നമ്മൾ വരുന്ന കാണുന്നുണ്ടല്ലോ, ഈ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ അതിൻ്റെ ട്രയൽ എടുക്കുന്നത് അഭിനയം. ആത്മീയ കോളത്തിൽ വരെ അത് അങ്ങനെയായി. ഞാനൊരു സീനിയർ ദേവദാസനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നാം തലമുറ ദൈവത്തെ അനുഭവിച്ചു, രണ്ടാം തലമുറ ദൈവത്തെ അനുഭവിച്ചവരെ അനുകരിച്ചു, മൂന്നാം തലമുറ ദൈവത്തെ അനുഭവിച്ചവരെ അനുകരിച്ചവരെ അഭിനയിച്ചു. ഒന്നാം തലമുറ അനുഭവിച്ചു. ഒരു 110-120 വർഷം മുമ്പ് കേരളത്തിൽ പെന്തക്കോസ്ത് തുടങ്ങുന്ന കാലത്ത് അവർ ദൈവത്തെ അനുഭവിച്ചു. ഇനി എൻ്റെ രണ്ടാമതൊരു വശം കൂടെ ഉണ്ട്. നമ്മൾ ഈ വിശ്വാസികളിൽ ആദ്യമായിട്ട് ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർ, അവരെല്ലാം ഒന്നാം തലമുറയാണ്. അവരെല്ലാം ദൈവത്തെ അനുഭവിച്ചു. എന്നാൽ രണ്ടാം തലമുറ ഒരു പരിധിവരെ ഈ അനുഭവിച്ചവരെ അനുകരിക്കുന്നു. എന്നാൽ മൂന്നാം തലമുറയായപ്പോഴത്തേന് ഇത് അഭിനയമാകുന്നു. അതിൻ്റെ വ്യക്തമായ തെളിവ് സംഘടനാ സംവിധാനങ്ങളിലെ കൺവെൻഷൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നിടത്ത് അവിടുത്തെ ഈ കൊയർ മിനിസ്ട്രി നിങ്ങളൊന്ന് പോയി നോക്കണം. പാട്ടുകാരും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരുമൊക്കെ 2-3 തലമുറ കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ അവന്മാർക്ക് ഇത് വളരെ തമാശയായ ഒരു കാര്യമാണ്. സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഭക്തി അങ്ങ് അഭിനയിക്കാൻ തുടങ്ങും. താഴോട്ട് ഇറങ്ങി കഴിയുമ്പം അവന്മാരുടെ രീതി കണ്ടു കഴിഞ്ഞാൽ ജാതികൾ പോലും അറച്ചു പോകുന്ന രീതിയിലുള്ള പണികൾ അവർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റല്ലേ? ഒന്നാം തലമുറ അനുഭവിച്ചു, രണ്ടാം തലമുറ അനുകരിച്ചു, മൂന്നാം തലമുറ അഭിനയിച്ചു. ഈ മൂന്നാം തലമുറ അഭിനയം തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം പതുക്കെ അതിശയങ്ങളുടെ പരിപാടി അങ്ങ് നിർത്തി. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഉദാഹരണം പറയാം. ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിലാണുള്ള കളി മുഴുവൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയേ, ട്രംപ് അധികാരത്തിൽ അമേരിക്കയിൽ വന്ന ശേഷം കള്ളപ്രവാചകന്മാർ നെടുനീളമായി എഴുന്നേക്കുന്നത്, ട്രംപ് അധികാരത്തിൽ വരുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. എന്നാൽ പിന്നെ ഈ വീഡിയോകൾ അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുമ്പ് ശക്തമായിട്ട് ഇടണ്ടേ? അതിടുകയില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ വിറ്റാലും വേണ്ടുകയില്ല, എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കിട്ടണം എന്ന രീതിയിലേക്ക്. പ്രവചനമാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് എന്താ മുന്നേ ഇടാൻ മേലാഞ്ഞത്? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. എന്നാൽ വചനം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10-11. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി മലയിൽ ഇറങ്ങും. അപ്പോൾ അതിനോ ചെയ്യേണ്ടത്, ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ വിശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. യഹോവ അന്ന് 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി മലയിൽ ഇറങ്ങി വരും. തമിഴ് ബൈബിളിൽ അത് എഴുതി വച്ചേക്കുന്നത് 3-ാം ദിവസം ദൈവം അതിശയം ചെയ്യുമെന്നാണ്, ദൈവം അത്ഭുതം ചെയ്യുമെന്നാണ്. മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തപ്പോൾ ഇറങ്ങി വരുമെന്ന് മാത്രമായിപ്പോയി. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് എഴുതി വച്ചേക്കുന്നത്. അതിശയങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഇറങ്ങി വരും. അപ്പോൾ സാഹചര്യങ്ങൾ മാറും. എന്നാൽ ഇന്നത്തെ സഭകളിൽ അതിശയങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഇറങ്ങി വരുന്നില്ല. ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഈ മെഗാ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനകത്തൊരു ചലനവും ഇല്ലാതെ വന്നപ്പോൾ ഈ ചലനം ഉണ്ടാക്കാൻ വേണ്ടി ആഫ്രിക്കയിൽ പോയി ഭൂതങ്ങളുടെ കീഴെ കൊണ്ട് തല വെച്ച് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഭൂതവാഹകരായ മന്ത്രവാദികളുടെ കീഴിൽ കൊണ്ട് തല വെച്ച് കൊടുത്തു. അങ്ങനെ തല വെച്ച് കൊടുത്തപ്പോൾ ഇവിടെയുള്ളവനെല്ലാം കുടുങ്ങി. ഈയിടെയും ഒരുത്തം പോയി തല വെച്ചു, പെട്ടെന്ന് കുടുങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഡീപ്നെസ് ഒന്നും തപ്പിപ്പോകണ്ട. എനിക്ക് എൻ്റെ കേൾവിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാവുന്ന ശുശ്രൂഷകൻ ഈ ആഫ്രിക്കയിൽ പോയി ആഫ്രിക്കക്കാരുടെ കീഴെ കൊണ്ട് തല വെച്ചവനാണെങ്കിൽ ഈ ന്യൂജൻകാരിൽ നല്ലൊരു ശതമാനം ആഫ്രിക്കക്കാരുടെ കീഴെ കൊണ്ട് തല വെക്കുന്നവന്മാരാണ്. അങ്ങനെ കൊണ്ട് തല വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ കുടുങ്ങും. പിന്നെ അവൻ്റെ നാക്കയിൽ ശരിക്കും പറഞ്ഞാൽ തനി മലയാളം പറഞ്ഞാൽ ഗുളികനാ. അവൻ അതും ഇതും വേണ്ടാതിനും എല്ലാം വിളിച്ച് പറയും. പരിശുദ്ധാത്മാവില്ലല്ലോ.
അങ്ങനെ വരുമ്പോൾ അവൻ കുടുങ്ങും. അതിശയങ്ങൾ അത്ഭുതങ്ങൾ ഇല്ലാതെ വരും. എന്നാൽ യഥാർത്ഥ ദൈവം വന്ന ആസ്തിയും ഐശ്വര്യവും ഒക്കെ കൊടുക്കുന്ന ദൈവം. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അടുത്ത 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഒരുത്തൻ്റെ കൊടുക്കുക എന്നുള്ളതല്ല. അതൊന്നും ഇവരാരും മനസ്സിലാക്കുന്നില്ല. നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് ഹന്ന പറഞ്ഞ സാക്ഷ്യം ഒന്ന് നോക്കിയാൽ 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ നമ്മൾ എടുത്താൽ അതിനകത്ത് 2 വാക്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് അതിൻ്റെ 7-ാമത്തെ വാക്യം, യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ദാരിദ്ര്യവും സമ്പന്നതയും നൽകുന്നത് യഹോവ തന്നെ, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. 8-ാം വാക്യം കൂടെ, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു. അതിനകത്ത് എഴുതിയേക്കുന്നത് ഭൂമിയുടെ തലങ്ങൾ യഹോവയ്ക്കുള്ളതെന്ന് എഴുതിയേക്കുന്നത്. ഭൂതരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിവിധ നിലകളുണ്ട്. മനുഷ്യനും മണ്ണാണ്, ഭൂമിയും സത്യത്തിൽ മണ്ണാണ്. ഈ മണ്ണായ ഭൂമിയിൽ വിവിധ തലങ്ങളുണ്ട്. സഹാറയുണ്ട്, പസഫിക്കുണ്ട്, ഹിമാലയമുണ്ട്, ബർമുഡ ട്രയാങ്കിളുണ്ട്, മരുഭൂമികളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങൾ, ആൻറ്റിക്, അറ്റാർട്ടിക്, അങ്ങനെയൊക്കെയുള്ള മേഖലകളുണ്ട്. കൊടും തണുപ്പുള്ളിടമുണ്ട്, ഭയങ്കര ചൂടുള്ളിടമുണ്ട്, മനുഷ്യൻ അടുക്കാൻ മേലാത്തടമുണ്ട്. അപ്പം മണ്ണായ മനുഷ്യൻ്റെ ജീവിതത്തിലും, പ്രകൃതിയിൽ ഇതുപോലെ ഭൂമിയിൽ ഇതുപോലെ ഉള്ളതുപോലെ മണ്ണായ മനുഷ്യൻ്റെ ജീവിതത്തിലും വിവിധ നിലകളുണ്ടെന്നാണ് ഈ വാക്യം എഴുതിയേക്കുന്നത്. ഭൂതലം. 8-ന്റെ അവസാനം ഒന്നുകൂടെ വായിച്ചേ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, കുഴികൾ, ചുഴികൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ട്. ആറ്റിലോട്ടിറങ്ങിക്കേ, എല്ലായിടവും സ്ട്രൈറ്റ് ഒന്നുമല്ല, ശാന്തമായിട്ടല്ല എല്ലായിടവും ഒഴുകുന്നത്. ചിലയിടത്ത് കുഴിയുണ്ട്, ചിലയിടത്ത് ചുഴിയുണ്ട്, ചിലയിടത്ത് ആഴമുണ്ട്, ചിലയിടത്ത് മണലുണ്ട്, ചിലയിടത്ത് ചെളിയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഈ പുഴകളിലെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കയോ ഇല്ല, ചുഴിയില്ല. അപ്പോൾ വെള്ളം ഉള്ളപ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. എന്നാൽ ഇത് അങ്ങനെയല്ല. മണ്ണ് വന്നാൽ ഈ കുഴിയെല്ലാം നികന്നെല്ലാം റെഡിയാവും, ചുഴികളൊക്കെ മാറിപ്പോവും. വെള്ളമുള്ള അവസ്ഥയിലാണ് ചുഴിയുള്ളത്. മനുഷ്യ ജീവിതത്തിൽ 4 അവസ്ഥകൾ മനുഷ്യനുണ്ട്. 1 ശിശു, 2 യൗവനക്കാരൻ, 3 കുടുംബസ്ഥൻ, 4 വാർദ്ധക്യം എന്നീ 4 നിലകൾ മനുഷ്യനുണ്ട്. ഈ 4 അവസ്ഥയിലും ഓരോ അവസ്ഥയിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഓരോ അവസ്ഥയിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മനുഷ്യർക്കുള്ളത്. ഭയം ശരിക്കും ഒരു ചുഴിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോ തലത്തിലും അവന് ശിശു അവസ്ഥയിലുള്ളപ്പോൾ ഉമ്മാക്കി അവന് ഭയം. അങ്ങനെ പറഞ്ഞാൽ അവൻ ഭയപ്പെട്ടു പോകും. യൗവനക്കാരനായി കഴിയുമ്പം വേറൊരു തരം, കുടുംബസ്ഥനായി കഴിയുമ്പം വേറൊരു തരം, വാർദ്ധക്യമായി കഴിയുമ്പം വേറൊരു തരം. അപ്പോൾ ദാവീദ് പറയുന്നു, ഞാൻ നിലവിളിച്ചു, എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ തരം പ്രശ്നങ്ങളുണ്ടാവാം. അതിനെയെല്ലാം ജീവിതത്തിലെ ചുഴികളെന്ന് പറയാം, കുഴികളെന്ന് പറയാം, വിവിധ തലങ്ങളെന്ന് പറയാം, വിവിധ സ്റ്റേജുകളെന്ന് പറയാം. എന്നാൽ ദൈവം ഇതിൽ നിന്നെല്ലാം വിടുവിക്കുന്നു. വിടുവിക്കാൻ എന്ത് ചെയ്യണം? നിലവിളിക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ നിലവിളിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. ദാവീദിൻ്റെ ജീവിത സാഹചര്യം നമ്മൾ ഡീപ്പായി പഠിച്ചു പോയാൽ അത് എവിടെയൊക്കെയാണ് കിടക്കുന്നത്. ദാവീദ് കോടീശ്വരനായിരുന്ന ഇശായിയുടെ മകനാണ്, കോടീശ്വരനായിരുന്നവൻ്റെ മകനാണ്. പക്ഷെ നമ്മളത് പഠിച്ചു ചെല്ലുമ്പം കോടീശ്വരനായിരുന്നവൻ്റെ ഓമനയായ ഇളയ മകൻ എങ്ങനെ ആടുമയ്ക്കാൻ പോയി. കോടീശ്വരന്മാരാരെങ്കിലും പ്രത്യേകിച്ച് ഇളയ മക്കളെ, ഓമന കൊച്ചുമക്കളെ ആടുമയ്ക്കാൻ വിടുവോ? ഇശായി അവനെ എന്തുകൊണ്ട് ആടുമേയ്ക്കാൻ വിട്ടു? അവനെ ആടുമേയ്ക്കാൻ വിട്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവം അനുവദിച്ചെങ്കിൽ മുന്നോട്ട് വീഡിയോകളിൽ അത് പറയാം. അപ്പോൾ ദാവീദ് അവിടെയെല്ലാം ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായി ചേർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും നാളെയും
ജനത്തിനെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രങ്ങൾ അലക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. 3-ാം ദിവസം ദൈവം ഇറങ്ങി വരും. ദൈവം അതിശയം ചെയ്യും. ദൈവം അത്ഭുതം ചെയ്യും. ഇന്നും നാളെയും നമ്മളൊരു ഉപവാസത്തോടു കൂടി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു പ്രശ്നത്താൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്നും നാളെയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഒരു ഉപവാസത്താൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടും നിലവിളിയോടും കൂടി ഇരിക്കുകയാണെങ്കിൽ മറ്റന്നാൾ 3-ാം ദിവസം ദൈവം ഇറങ്ങി വരും. ദൈവം അത്ഭുതം ചെയ്യും. അത് ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വചനം പറഞ്ഞതാ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവെ ഇന്നും നാളെയും അവരൊരു ഉപവാസത്തോടുകൂടി അവരെ തന്നെ ശുദ്ധീകരിച്ച് അവർ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് കറക്റ്റ് ചെയ്തിരിക്കുമെങ്കിൽ നാളെ കഴിഞ്ഞ് 3-ാം ദിവസം ദൈവം അവരുടെ ജീവിതത്തിൽ വന്നിട്ട് അത്ഭുതവും അടയാളവും അതിശയവും ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരുടെ ഹൃദയങ്ങളെ തുറന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.